ഞാൻ ഭക്തിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഞാൻ പറയുന്നതാണെന്ന്. വീഡിയോ ഇടുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പരിമിതിക്കുള്ളിലെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥയുണ്ടാക്കി പറയുകയോ അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ഒന്നും അല്ല അത്. അപ്പം നിങ്ങളത് കയറി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അത് എനിക്ക് അത് എത്രത്തോളം എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. എന്നാലും എന്നെപ്പോലെ അനുഭവങ്ങളുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കൊരു പ്രചോദനമായിട്ട് ഞാനും അത് ചെയ്യാൻ തയ്യാറായത്. കാരണം പലരും അവരുടെ അനുഭവങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും ഒന്നും പറയാൻ മുന്നോട്ട് വരാറില്ല. അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഒന്നുകിൽ ആൾക്കാർ പറയും ഭക്തി മൂത്ത് വട്ടായതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ അവരോരോന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ആരും മുന്നോട്ട് വരാറില്ല. ഇപ്പം പലരും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പലരും അവരുടെ ഓരോ അനുഭവങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതല്ലേ. അപ്പം ഒരു കണക്കിന് നമ്മൾ ഇത് നമ്മുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് കരുതി പലരും ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരും ഇങ്ങനെ മുന്നോട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടി അത് മനസ്സിന് കുറച്ച് ഒരു ധൈര്യം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാനും അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ഒരു അറിവുകൾ ഞാൻ അതിലൂടെ ഷെയർ ചെയ്തത്.